ഹായ് ഗായ്സ്, ഇന്നൊരു മാജിക്കൽ ഫേസ് യോഗയാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതോ ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ദൃശ്യമായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും. കാരണം നെറ്റിയിലെ ചുളിവുകളും വരകളും ഒക്കെ നമുക്ക് ഒത്തിരി ഒന്ന് ഡിം ചെയ്യാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അത് ഇമ്പോസിബിൾ ആണ്. പക്ഷെങ്കിൽ വളരെ ആ ലൈനുകളെ ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിപ്പം ഞാനൊക്കെ 71ാമത്തെ വയസ്സിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ്. അല്ലാതെ നേരത്തെ തൊട്ടേ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യങ് ആയിട്ടിരിക്കുമ്പം തന്നെ ഒരു 40 വയസ്സ് ആ ഒരു 50 വയസ്സിലേലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വരകളും ഞൊറിവുകളും ചുളിവുകളും ഒക്കെ ധാരാളം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് കണ്ടാൽ, എനിക്കറിയത്തില്ല ഫോട്ടോ എടുത്ത് വരുമ്പോൾ എന്തുമാത്രം വ്യത്യാസം കാണുമെന്ന്, പക്ഷെ നേരിട്ട് എനിക്ക് നല്ലതായിട്ട് അനുഭവിച്ച ഒരു വ്യത്യാസമാണ് ഞാൻ നിങ്ങളോട് പറയാം. വാസ്തവം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാനായിട്ടൊന്നും പ്ലാൻ ചെയ്തിരുന്നതല്ല കേട്ടോ. 2 ദിവസം മുമ്പാണ് ഫേസ് യോഗ ഞാൻ കണ്ടു, ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കിവിടെ നെറ്റിൽ നല്ലൊരു ഫിഷറൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം കണ്ടു. അതുകൊണ്ട് ഞാൻ ഓർത്ത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു മാഗ്നിഫിസൻറ്റ് ഫേസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ചുളിവുകളില്ലാത്തത് എന്തോ ഒരു ഭംഗിയായിരിക്കും ഇല്ലേ. എൻ്റെ എക്സർസൈസിൻ്റെയും അതുപോലെ തന്നെ ഫേസ് യോഗയുടെയും ഒക്കെ വീഡിയോകൾ നിങ്ങൾ ഏറ്റെടുത്തതിനായിട്ട് ഭയങ്കര സന്തോഷം. ശരിക്കും അതിന് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ഒരു ഫലം കിട്ടുന്ന എക്സർസൈസുകളാണത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫലം കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുഖത്ത് ഒരു എക്സർസൈസോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ അത് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കണ്ണാടിയിലൊന്ന് നോക്കുമ്പോഴേത്തിനുണ്ടല്ലോ, നമ്മൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയാണ് നോക്കുന്നത്. കാരണം നമുക്കൊരു മാഗ്നിഫിസൻ്റ് ആയിട്ടൊരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വന്നു എന്നുള്ള ഒരു എണ്ണത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു പ്രത്യേക ഒരു തിളക്കവും സൗന്ദര്യവും എല്ലാം വരുമെന്നുള്ളതാണ്. അതാണ് നമ്മൾക്ക് വേണ്ടിയത്, മനസ്സിലായോ? അന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേത്തിനാണ് നമ്മുടെ ഈ ലൈൻസൊക്കെ ഉള്ളതെല്ലാം കൂടെ കുറേ കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് തോന്നിക്കുന്നത്. എനിവേ, പ്രായമാകുമ്പോൾ ഇതൊക്കെ വരുന്നത് നാച്ചുറലാണ് കേട്ടോ, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്, അതൊക്കെ വരും. ഇങ്ങനെ ലൈൻസ് എല്ലാം വരുന്നതൊന്നും വളരെ സന്തോഷമുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പം അതിനകത്ത് നമുക്ക് എങ്ങനെ സന്തോഷിക്കാമെന്നുള്ളതിനാണ് നമുക്ക്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴേ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകുന്ന കൂട്ടത്തിൽ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കുറച്ച് യോഗാസൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒന്ന് ഉയർത്താനായിട്ട് സാധിക്കും. കോൺഫിഡൻസോടുകൂടി ചിരിക്കാനായിട്ട് സാധിക്കും, വെളിയിലോട്ട് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ കുറച്ചൊക്കെ ലൈൻ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ചിരിച്ച മുഖവും ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡോടും കൂടി ഇറങ്ങിയെന്നാൽ അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് ചേഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സർസൈസ് തുടങ്ങിയാലോ? അപ്പോൾ ഇന്നത്തെ എക്സർസൈസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നെറ്റിയിൽ ഉള്ള ചുളിവുകളെയൊക്കെ എങ്ങനെയൊന്ന് കുറയ്ക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ എക്സർസൈസ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ഒരു ഇച്ചിരി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നതെങ്കിലും മുഖത്ത് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നല്ലവണ്ണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേന് സ്കിന്ന് പോകും കേട്ടോ. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ലൈൻ ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്നെ അടുക്കെന്നറിയാമോ, വിരലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തൂക്കണം. ഇത് ഒരു 20 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 20 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്ത് ആ ലൈൻസിന് നല്ലതായിട്ടൊരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം പിന്നെ വലിയൊരിതാണ്, നമുക്ക് ഇതുപോലെയുള്ള നീണ്ട ലൈനുകൾ ഞാനിങ്ങനെ അടുപ്പിച്ച് പിടിച്ച് കാണിക്കാം. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എക്സർസൈസ് എന്നാന്ന് പറഞ്ഞാൽ, നമ്മുടെ 3 വിരലുകൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് തിരുമ്മിക്കൊണ്ടിരണം. അതും ഒരു 20 പ്രാവശ്യം ചെയ്യണം. ഇപ്പം നോക്കിയിട്ട് എങ്ങനെയുണ്ട്? എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? വ്യത്യാസം കാണണമെന്ന് പറഞ്ഞ് നോക്കിയാൽ നമുക്ക് വ്യത്യാസമുണ്ട് ഇല്ലേ. പിന്നെ പ്രായമാകുമ്പോൾ നമ്മളെല്ലാവരെയും ബോധർ ചെയ്യുന്ന ഒന്നാണ്, നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തെ ഇവിടെ കുറേ ചുളിവുകൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പം കുറച്ച് ചുളിവുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ക്രീം അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ ആ മുഖത്ത് ആ ക്രീം ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ശകലം എടുത്ത് ഇവിടെ ഒന്ന് പുരട്ടിയിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ചീക്കിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് അമക്കി പിടിക്കണം കേട്ടോ, കണ്ണിൻ്റെ ആ ലെവലിൽ. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട്
വലിക്കണം. അത് ഒരു 20 പ്രാവശ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇച്ചിരി കുറവില്ലേ? അങ്ങനെ നമ്മൾ 2 സൈഡിലും ചെയ്യണം. വ്യത്യാസം തോന്നുന്നുണ്ടോ? ശരിക്കും വ്യത്യാസമുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വേറൊരു എക്സർസൈസാണ്, കൈ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ഈ ഐബ്രൗസിൻ്റെ അവിടെയോട്ട് വെക്കണം. അത് ഇച്ചിരി നല്ല പ്രസ് ചെയ്ത് വെക്കണം. പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് കണ്ണ് ഇറുകി അടച്ചിട്ട് ചുണ്ടും ഇതുപോലെ ഒന്ന് കൂർപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലൊക്കെ ആ മസിൽസ് ഇങ്ങനെ മൂവ് ആകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈൻസ് ഒരുപാട് കുറയാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഓരോ കണ്ണുകൾ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് 2 ഇങ്ങനെ വെക്കാം. അതിന് ശേഷം കണ്ണ് ഇറുകി അടച്ചിട്ട് ചുണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടിടണം. നിങ്ങൾ നോക്കിക്കേ, വ്യത്യാസമുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ പ്രായമായി, അപ്പോൾ കുറേ എല്ലാം ചുളിവുകളും തൂങ്ങലുകളും എല്ലാം കാണും. പക്ഷേ അതിനൊക്കെ കുറച്ചൊക്കെ ഒരു റിലീഫ് ഉണ്ടാക്കാനായിട്ട് ഈ എക്സർസൈസ് കഴിയും. മോർ ഓവർ ഇതിനേക്കാൾ എല്ലാം ആയിട്ടുള്ളത് നമ്മൾ മുഖത്ത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം എന്നിട്ട് നമ്മൾ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ അയ്യോ, ഞാൻ ഫേസ് യോഗ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തിനൊരു പ്രകാശമുണ്ട്, ജോ ലൈൻസും ഒക്കെ ഒന്ന് ശരിക്കും ഒന്ന് കാണാറായി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിനകത്തുള്ള വ്യത്യാസം നമുക്ക് തോന്നും. ആ ഒരു മെൻ്റൽ ഹാപ്പിനെസ് ആണ് നമുക്ക് വേണ്ടിയത് കേട്ടോ. ഏജ് ഗ്രേസ്ഫുള്ളി, ദാറ്റ്സ് ഓൾ ഐ വോണ്ട് ടു സേ. സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് ഓർക്കണം കേട്ടോ. നമുക്കൊരു കോൺഫിഡൻസോടുകൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് സെൽഫ് കെയർ ചെയ്യണം. സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ദൈവം തന്നതാണെന്ന് തന്നെ വിചാരിച്ചോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തേന് ഈ 2 എക്സർസൈസുകൾ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ആദ്യമേ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. ഈ എക്സർസൈസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കത് പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു എക്സർസൈസ് ഞാൻ കണ്ടപ്പം ഞാൻ അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നി. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പം ആദ്യമേ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞേച്ച് ഒരു 2 ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്കണം. ഞാൻ പറയുന്നത് ഒരു രാവിലെ നമ്മൾ മുഖം ഒക്കെ കഴുകി ക്രീമൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ഇത് ചെയ്യണം. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖം കഴുകിയിട്ട് മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഇട്ടിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്തും നമ്മളിത് ചെയ്തിട്ട് 2 നേരം ചെയ്ത് വെക്കണം. അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. കൂടിയ 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ് അത്രയൊക്കെ നമുക്ക് വേണ്ടി ചിലവഴിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.